അത് ഞാൻ എം പിയിലേക്ക് പോവുകയാണ്. ശ്രീ ശിവദാസൻ, ഇപ്പോൾ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നൊരാവശ്യം പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. കപിൽ സിബലാണ് അതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിൽ ഭരണപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? ഭരണപക്ഷത്തിൻ്റെ നിലപാട് അവരിതുവരെ പരസ്യമായി വ്യക്തമാക്കിയിട്ട് കണ്ടിട്ടില്ല അവരുടെ നേതാക്കന്മാർ. പക്ഷേ ഇവിടെ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരിൽ ചിലർ, അവരുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന അവരുടെ ആശയപ്രചാരകരായിട്ടുള്ള ചിലർ പല കോണുകളിലും പരസ്യമായി ഈ ജഡ്ജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിലപാടെടുക്കുകയാണ്. അവർ സുപ്രീം കോടതി തന്നെ മുൻപ് ഇറക്കിയിട്ടുള്ള ഫുൾ ബെഞ്ചിൻ്റെതായിട്ടുള്ള ഉത്തരവിനെ എങ്ങനെയായിരിക്കണം ജഡ്ജിമാർ പ്രവർത്തിക്കേണ്ടത്, പൊതു ഇടങ്ങളിൽ, പൊതുപരിപാടികളിൽ, കുടുംബക്കാരുമായിട്ടുള്ള ഒത്തുചേരലുകളിൽ ഏതെല്ലാം മര്യാദകൾ ജഡ്ജിമാർ പുലർത്തേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവിനെ തന്നെ ഇദ്ദേഹം ലംഘിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ മടിക്കുകയാണ്. ഹൈക്കോടതിയിലേതായാലും സുപ്രീം കോടതിയിലേതായാലും ജഡ്ജിമാർ കാണിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഫുൾ ബെഞ്ച് ഒരു ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ ഫുൾ കോർട്ടിൻ്റെ ആ ഡയറക്ഷൻ നിലനിൽക്കുന്നതാണ്. അതിനകത്ത് കൃത്യമായി പറയുകയാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് എങ്ങനെയായിരിക്കണം, ഒഴിഞ്ഞു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കേണ്ടതിൻ്റെ ആവശ്യം, പൊതുപരിപാടികളിൽ നിന്ന് എല്ലാം മാറി എങ്ങനെയാണ് ഒഴിഞ്ഞു നിൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ജഡ്ജ് എന്താണ് ചെയ്തിട്ടുള്ളത്? വിദ്വേഷ പ്രസംഗം, അതിഭീകരമായിട്ടുള്ള വിദ്വേഷ പ്രസംഗം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പരിപാടിയിൽ പോയിട്ട് നടത്തി. വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ സ്വഭാവം, ഉദ്ദേശം ഇന്ത്യ രാജ്യത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വേദിയിൽ പോകുന്നു. എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിരൂക്ഷമായ നിലയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു. രാജ്യത്തൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഒരു ജഡ്ജിയും ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് രാജ്യത്തോട് പറയണമെങ്കിൽ അതിനുള്ള ശക്തമായിട്ടുള്ള നടപടിയും നിലപാടും കോടതിയും പാർലമെൻറ്റും കൈക്കൊള്ളേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകതയിൽ ഊന്നിയാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പാർലമെന്റേറിയന്മാർ ഇംപീച്ച്മെന്റ് നോട്ടീസ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. ശരി ശ്രീ ശിവദാസൻ, പക്ഷേ ഇതിൽ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് ഇക്കാര്യത്തിലൊരു വിശദീകരണം, ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി. അതിൽ സാങ്കേതികമായ നടപടിക്രമങ്ങളിലൂടെ എവിടെ എപ്പോൾ പ്രസംഗിച്ചു, എന്തൊക്കെ പറഞ്ഞു എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ചോദിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന്മേൽ ഈ തരത്തിലുള്ള ഒരു ഹേറ്റ് സ്പീച്ച് നടത്തി, വിദ്വേഷ പ്രസംഗം നടത്തി എന്ന രൂപത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് സുപ്രീം കോടതി കടക്കുമോ? സുപ്രീം കോടതിയുടെ സ്വാഭാവികമായിട്ടുള്ള ചുമതല എന്നുള്ളത്, അവർക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊരു പരാതി കിട്ടിയാൽ അവരതിൻ്റെ മുകളിൽ പരിശോധിക്കുന്നതിന് സ്വാഭാവികമായും ഏത് കോടതിയിലാണോ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ കോടതിയിൽ അന്വേഷണത്തിന് വേണ്ടി നൽകുകയും തുടർന്ന് അതിൻ്റെ തുടർച്ചയിൽ അവിടെ നിന്ന് കിട്ടുന്ന വിശദീകരണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരെയോ അല്ലെങ്കിൽ മറ്റ് ഹൈക്കോടതിയിലുള്ള 2 ജഡ്ജിമാരെയോ എൻക്വയറിക്ക് വേണ്ടി ചുമതലപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ആ നിലയിലുള്ള തീരുമാനങ്ങളും അവരുടേതായിട്ടുള്ള ഇടപെടലുകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം, എങ്ങനെയൊക്കെയാണ് സുപ്രീം കോടതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമുള്ള ജഡ്ജിമാരെക്കുറിച്ച് പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. നിലവിൽ കോടതിയിൽ ഉള്ള കേസുകളെക്കുറിച്ചും അതുപോലെ ജസ്റ്റിസുമാരെക്കുറിച്ചും ചർച്ച ചെയ്യാനാവില്ല. ചർച്ച ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചർച്ച ചെയ്യണമെങ്കിൽ അയാൾ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള, അതിതീവ്രമായിട്ടുള്ള കുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഇംപീച്ച്മെൻറ്റ് നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പാർലമെൻറ്റിൽ ഈ ചർച്ച നടക്കുക. അപ്പോൾ ആ ചർച്ച പാർലമെൻറ്റിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അത് നടക്കേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ പ്രധാനവുമാണ്. ഇവിടെ പാർലമെൻറ്റിൻ്റെ മുന്നിലിരിക്കുന്ന ബില്ലിനെക്കുറിച്ച് പോലുമുള്ള അഭിപ്രായം ഇദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ബില്ലിനെക്കുറിച്ച് അദ്ദേഹം പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഈ ബില്ലിനകത്ത് തന്നെ വല്ല നിലയിൽ ഭരണഘടനാപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ പലരും അതിൻ്റെ വിശദീകരണത്തിനായി പോകുക കോടതിയിലാണ്. ഇവിടെ എന്താണ്, ജഡ്ജ് മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കുകയാണ് ആ ബില്ലിനെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം. ആ ബില്ലിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഇന്ത്യയിൽ അതോടൊപ്പം സഹിഷ്ണുതയില്ലാത്ത ജനവിഭാഗമായിട്ട്
മറ്റൊരു കൂട്ടരെക്കുറിച്ച് പറയുകയാണ്. ഹലാലിനെക്കുറിച്ച്, അതുപോലെ സഹിഷ്ണുതയില്ലായ്മയുടെ അടയാളമായിട്ട് ചില രൂപഭാവങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം പറയാണ്. എത്രമേൽ നീചമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യ എന്നുള്ള മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്ത് എല്ലാ ജനവിഭാഗങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഇന്ത്യയുടെ മഹത്തായിട്ടുള്ള മുഖമുദ്ര. ആ മുഖമുദ്രയെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലായിരിക്കണം കോടതികൾ ഇടപെടേണ്ടത്. ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള ഒരു ജഡ്ജ് തൻ്റെ സത്യപ്രതിജ്ഞ അപാടെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഒരിക്കലും ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കോടതികളിൽ നീതിബോധം ഉണ്ടാവണം, കോടതികൾ സത്യസന്ധമായി നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി, പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചതോടുകൂടി സുപ്രീം കോടതി ഇതിൽ എത്രത്തോളം ഗൗരവം കാണുന്നു എന്നുള്ളതും പ്രധാനമാണ്. അത് സാങ്കേതികമായ റിപ്പോർട്ട് വിളിച്ചു വരുത്തുക മാത്രമാണോ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.